ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് മിക്സ്ചർ, നമ്മുടെ ബേക്കറിയിൽ മേടിക്കാൻ കിട്ടുന്ന മിക്സ്ചർ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ 1/2 കിലോ കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി, പിന്നെ വേണ്ടത് ഇത് 100 ഗ്രാം പൊട്ടുകടലയുണ്ട്, ഇത് 250 ഗ്രാം കപ്പലണ്ടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡർ, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, കായപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ വറുക്കാനുള്ള എണ്ണ. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് അരിച്ചെടുക്കണം. ഒരരിപ്പയുടെ അകത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിപ്പൊടിയും കടലമാവും ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ പൊടികൾ ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഒരു തൽക്കാലം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. പിന്നെ നമുക്ക് പിന്നെ ഇടാം, ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇടാം. ഇനി ഇത് 1/3 ഭാഗം അതിൻ്റെ ബൂജി ഉണ്ടാക്കാനായിട്ട് വേണം. 1/2 ഭാഗം നമുക്ക് മിക്സ്ചറിൻ്റെ ബാക്കി ഭാഗത്തിന് വേണം. അപ്പോൾ ആദ്യം 1/3 മാറ്റുക. അപ്പോൾ 1/1 3/2 മാറ്റുന്നതിന് മുമ്പ് ഈ മുളക് പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയൊക്കെ 1/1 ഭാഗം നമ്മൾ ഈ ബൂജി ഉണ്ടാക്കാനായിട്ട് മാറ്റിയിരിക്കുക. ഇനി ബാക്കി 1/2 ഭാഗം ഒരു നമ്മുടെ ചപ്പാത്തി കുഴക്കണ പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ കുഴച്ച് കഴിഞ്ഞ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറേശ്ശെ ഒഴിച്ച് ആദ്യം നമ്മൾ ഇത് ഏത് തരം എണ്ണയിലാണ് വറുക്കുന്നത് ആ എണ്ണ കുറച്ച് ഒഴിക്കണം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബാക്കി വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഈ പരുവത്തിൽ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് കുറച്ച് നേരം വെക്കുക. ഇനി നമ്മൾ അടുത്ത ബാറ്റർ ബൂജി ഉണ്ടാക്കാനുള്ളത്. അത് കുറച്ചുകൂടെ നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിലാണ്. ബൂജി ഉണ്ടാക്കേണ്ടത് നമ്മുടെ ആ ബാറ്റർ ഉണ്ടാക്കുന്നത് ഈ പരുവത്തിലാണ്, ഒരു ദോശമാവ് പരുവത്തിൽ. അപ്പോൾ അത് രണ്ടും റെഡിയായി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉപ്പ് കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഉപ്പ് കുഴപ്പമില്ല. നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടാകാനായിട്ട് വെച്ചിരിക്കുക. ആദ്യമായിട്ട് നമ്മളപ്പോൾ അച്ചപ്പൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴി അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ പുരട്ടണം. എണ്ണ പുരട്ടിയിട്ട് അപ്പോൾ അതിൽ ചെറിയ ദ്വാരമുള്ള ചില്ലാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഈ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലുള്ളത് ഇതിലിടുക. ബാറ്റർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇനി നമ്മളിത് കറക്കി ഇതിലോട്ട് തിളച്ച എണ്ണയിലോട്ട് ഒഴിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ബൂജി ഉണ്ടാക്കുക എന്നുള്ളത്. ആ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയുള്ള ബാറ്ററാണിത്. ഒരുമാതിരി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ കോരുക. ബൂജിയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഇച്ചിരി പൊക്കിപ്പിടിച്ചാണ് ഇത് എണ്ണയിലോട്ട് ഒഴിക്കുന്നതെങ്കിൽ ഈ ഷേപ്പ് കിട്ടും. അതേ സമയത്ത് എണ്ണയുടെ വളരെ താത്തിപ്പിടിച്ചാണെങ്കിൽ ഈ ഷേപ്പ് കിട്ടും. നമ്മൾ ആദ്യം വേപ്പില ഇടുക. വേപ്പില ഇച്ചിരി കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല. ഇത് ഏത് സാധനം ഇതിൻ്റെ അകത്ത് ഇച്ചിരി കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല. ഇത് നമ്മൾ വെളുത്തുള്ളി ചതച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെളുത്തുള്ളിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഇതിൻ്റെ തൊലി യഥാർത്ഥത്തിൽ കളയണമെന്നില്ല, നമ്മൾ ചുമ്മാ ചവച്ചൊന്ന് ഇട്ടാൽ മതി. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. മിക്സ്ചറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നൊരു ഘടകമാണ്.
വെളുത്തുള്ളി ഒരുമാതിരി മുരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സിമ്മിലിട്ടാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് ഉടൻ കരിഞ്ഞു കിട്ടും. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ 1/4 കിലോ നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. അതിട് 1/4 കിലോ നിലക്കടല. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 250 ഗ്രാം നിലക്കടല ഇടുക. തീ ഒരിച്ചിരി കൂട്ടിയിടുന്നതല്ലായിരിക്കും. കപ്പലണ്ടി ഒരുമാതിരി മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊരിച്ചിരി ഉപ്പൊഴിക്കണം. ഉപ്പ് വെള്ളം. ഇനി പൊട്ടുകടലയും കൂടെ ഇടുക. പൊട്ടുകടല നമ്മളിത് കോരുക. കടലക്കായൊക്കെ വെന്തിട്ടുണ്ട്, അല്ല നിലക്കടലയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ പ്രൊസീജിയർ ഏതാണ്ട് കഴിയാറായി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മിക്സ്ചറായി. ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യും. ഈ നിലക്കടല വറുത്തതും കൂടെ ഇടുക. നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.